ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സ് സിമ്പിളായിട്ട് ഡ്യൂറന്റ് കപ്പ് തൂക്കുമെന്നായിരുന്നു നമ്മളെല്ലാം വിചാരിച്ചത്. പക്ഷേ അത്ര സിമ്പിളായിട്ട് കാര്യങ്ങൾ നടക്കത്തില്ല. ഞാൻ അങ്ങനെ വിചാരിക്കാനുള്ള കാരണം മറ്റ് ടീമുകളെല്ലാം റിസർവ് ടീമിനെയൊക്കെ കൊണ്ടായിരിക്കും ഇറങ്ങുന്നത്, ബ്ലാസ്റ്റേഴ്സ് മാത്രമായിരിക്കും സീനിയർ ടീമിനെയും കൊണ്ട് ഇറങ്ങുന്നത്, ബാക്കി വല്ല അഷി ടീമൊക്കെ സീനിയർ ടീമിനെയും കൊണ്ട് ഇറങ്ങത്തുള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷേ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും ഇത്തവണ ഡ്യൂറന്റ് കപ്പിന് സീനിയർ ടീമിനെയും കൊണ്ടാണ് ഇറങ്ങുന്നതെന്ന് അറിയുന്നതോടെ അതങ്ങ് തീർന്നു കിട്ടി. സുഖമായിട്ട് കപ്പെടുക്കാനുള്ള പരിപാടി നടക്കത്തില്ല. കഷ്ടപ്പെട്ടാലേ ഇത്തവണത്തെ ഡ്യൂറന്റ് കപ്പ് എടുക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ കൊണ്ട് പറ്റത്തുള്ളൂ എന്ന് ആശിഷ് നെയ്യുടെ ലൈവ് കഴിഞ്ഞപ്പം ചെറിയൊരു ബോധം വന്നിട്ടുണ്ട്. അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിനെ കൂടാതെ അല്ലെങ്കിൽ ഡ്യൂറന്റ് കപ്പിൽ സീനിയർ ടീമിനെ അണിനിരത്തുന്ന ടീമുകൾ ഏതൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി, ഈസ്റ്റ് ബംഗാൾ എഫ് സി, മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ്, പിന്നെ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ്, ഇത്രയും ക്ലബ്ബുകൾ സീനിയർ ടീമിനെ കൊണ്ടാണ് നടക്കുന്നത്. അപ്പം ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല, കരുത്തരായിട്ടുള്ള മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബും എല്ലാം സീനിയർ ടീമുമായിട്ടാണ് വരുന്നത്. അപ്പം സിംപ്ലി കപ്പടിക്കൽ നടക്കത്തില്ല. പിന്നെ മിക്സഡ് ടീമിനെ കൊണ്ട് ഇറങ്ങുന്ന ടീമുകളെ നോക്കുകയാണെങ്കിൽ ജംഷഡ്പൂർ എഫ് സി ഉണ്ട്, ബംഗളൂരു എഫ് സി ഉണ്ട്, പഞ്ചാബ് എഫ് സി ഉണ്ട്. റിസർവ് ടീമിനെ കൊണ്ട് കളത്തിലിറങ്ങുന്നത് നോക്കുകയാണെങ്കിൽ മുംബൈ സിറ്റി എഫ് സി ഉണ്ട്, എഫ് സി ഗോവയുണ്ട്, ചെന്നൈയിൻ എഫ് സി ഉണ്ട്. ഇത്രയും ടീമുകൾ റിസർവ് ടീമിനെയും കൊണ്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ അത്ര സിമ്പിളായിട്ട് ബ്ലാസ്റ്റേഴ്സിന് ഇത്തവണത്തെ ഡ്യൂറന്റ് കപ്പ് തൂക്കാൻ കഴിയത്തില്ല. നന്നായിട്ട് കഷ്ടപ്പെടേണ്ടി വരും. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഒക്കെ സീനിയർ ടീമുമായിട്ടാണ് വരുന്നത്.